അപ്പോൾ ഇന്നത്തെ പരിപാടി ഫുട്ബോൾ കേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഗോവ കാണാനായിട്ട് ഇന്നലെ പിരിഞ്ഞാൽ തോന്നുന്നു നല്ല രീതിയിൽ. അപ്പോൾ വന്ന് നോക്കണം ഇവിടെ വൻ ജനപ്രവാഹം. കാരണം എന്നറിയാം, ഇവിടെ ബോച്ച ഒരു പരിപാടിയുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ബോച്ച നമ്മളടുത്ത് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു പരിപാടി ചെയ്യാനോ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫുട്ബോളിൻ്റെ കേക്ക്, ഇപ്പോൾ ഫുട്ബോൾ കളി നടക്കുകയാണല്ലോ, അത് അപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മൾ ഒരു 100-150 കിലോ വരുന്ന പോലെ അല്ലേ? അതെ, 100 കിലോന്റെ മുകളിൽ ഫിഫ വേൾഡ് കപ്പ് ആ ഒരു മോഡലിലുള്ള അതേ ഒരു മോഡലിലുള്ള നമ്മള് ചെയ്യണേ. പിന്നെ ഉണ്ടാക്കി വരുമ്പോ അറിയാം എങ്ങനെയാവും എന്നുള്ളതൊക്കെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനേക്കാളും വലിയ ലക്ഷ്യം എന്നറിയോ, ബോച്ചയുടെ ഒരു മെസ്സേജ് ഭയങ്കര ഒരു മെസ്സേജാണ്. ഫുട്ബോൾ അഡിക്ഷൻ എഗൈൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ അല്ലേ? അതാണ് നമ്മുടെ, അത് എൻ്റെ അല്ല, മറഡോണയുടെ ഇതാണ്. അതെ അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോച്ച ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്, സെറ്റാക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബോച്ച ഗോവയിൽ എത്തിക്കുന്നത്. ഈ സാധനം കൊണ്ട് നമ്മുടെ മർഡോണിൻ്റെ അതുപോലെ തന്നെ ബോച്ചയുടെ ഇതും കൊണ്ട് നമ്മൾ ഖത്തറിലേക്ക് പോകണല്ലേ? ഖത്തറിലേക്കുള്ള യാത്രയാണ്. കേരളം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഖത്തർ വരെ ഇപ്പോൾ ഗോവ എത്തി. പൂനെ, പിന്നെ മുംബൈയിൽ നിന്ന് ബൈ ഫ്ലൈറ്റ് മറഡോണയുടെ ഗോൾഡൻ സ്റ്റാച്ചുമായിട്ട് ഖത്തറിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് പോവാണ് ആണ് പരിപാടി. അപ്പോൾ മറഡോണയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഒരു ഫുട്ബോൾ കേക്ക് ഉണ്ടാക്കാണ്. 100 കിലോയുടെ മുകളിൽ തൂക്കമുള്ള ഫുട്ബോളിന്റെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കേക്ക് നമുക്ക് പുറത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് AC റൂമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ അറിയോ, നമ്മൾ ഈ സാധനം കൂടി കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒരു ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ അകത്ത് പോയിട്ട് പിന്നെ പണിപ്പുരയിലായിരിക്കും. അപ്പോൾ ഞാനും ബോച്ചയും രതീഷും കൂടിയാണ് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്തറിയോ, ഡ്രഗ് ഞാൻ ഉണ്ടാക്കാൻ മാത്രമല്ല തിന്നാനും കൂടെ ഉണ്ടാവും. അതെ അതെ, ഡ്രഗ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ ക്യാൻവാസ് ചെയ്ത് അല്ലേ ആ ഡ്രഗിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബോച്ചയുടെ മെസ്സേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ടൂർ വന്നാണ് സത്യത്തിൽ. അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരുന്നു. മറഡോണ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യവും സമ്പത്തും എല്ലാം സ്പോർട്സും എല്ലാം നശിച്ചു പോയി. അതുകൊണ്ട് ലാസ്റ്റ് 6-7 വർഷമായിട്ട് പുള്ളി ഇത് നിർത്തിയിരുന്നു, ഡ്രഗ്സ്. അപ്പൊ അതിനുശേഷം ആളൊരു മെസ്സേജ് തന്നെ ഉണ്ടാക്കിയിരുന്നു, ഫുട്ബോൾ അഡിക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ, ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന്. അത് പ്രകാരം 2 പരിപാടികളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇന്ത്യയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ മറഡോണ. ഒന്ന് ഈ സന്ദേശം, ഡ്രഗ്സ് അരുത് എന്നുള്ള സന്ദേശവും, മറ്റേ ഇന്ത്യ വിൽ പ്ലേ ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്, ഇന്ത്യ എനിക്കൊരു ടീം വേണം, അതിനുവേണ്ടി AFA വഴി അന്ന് ഞങ്ങളൊക്കെ ഇന്ത്യയുടെ ഫാനാവും. അതെ, ഇപ്പൊ നമ്മളൊക്കെ മറ്റ് കൺട്രികളുടെ ഫാനാണ്, മറ്റുള്ളവരുടെ പതാക ഏന്തി നടക്കുകയാണ്. പക്ഷെ AFA വഴി, അർജന്റീന ഫുട്ബോൾ അക്കാഡമി വഴി ഇന്ത്യയിൽ ഇന്റർനാഷണൽ ടീം വന്നിട്ട് ഇവിടെ കോച്ചിങ് കൊടുത്തുകൊണ്ട് ഒരു ടീമിനെ സെറ്റാക്കുക അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ. അങ്ങനെ 2 ലക്ഷ്യമായിട്ട് പോണത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഇങ്ങനത്തെ പല പല സന്ദേശങ്ങളാണ് റിലേറ്റഡ് ടു മറഡോണ. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളെ വഴിയരികിൽ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഡ്രഗും മറ്റതും ആയിട്ട് നിങ്ങൾ അടിമപ്പെടുത്താനായിട്ട്. ആരും അതിനകത്ത് പോയി വീഴരുത്. ഫുട്ബോൾ കേക്കിന്റെ രൂപത്തിലും മിഠായി രൂപത്തിലൊക്കെ വരും. ഡ്രഗ്സ് ഫ്രീ ആയിട്ട് തരും. ആദ്യം ഫ്രീ തരും. നമ്മുടെ പിള്ളേരുടെ പിന്നാലെ വന്നിട്ട് തരിക. ഒരു സാധനം പരിചയമില്ലാത്ത ആര് തന്നാലും വാങ്ങരുത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ് ഞങ്ങളെ മെയിനായിട്ട് ഈ കേക്കിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടിപൊളി കേക്ക് ഉണ്ടാക്കി നമ്മൾ ഈ ഗോവൻ ടീമുകൾക്ക് നമ്മൾ കൊടുക്കണം. അതെ, ഗോവയിൽ ഞെട്ടിക്കും നമ്മൾ. ഇപ്പോൾ ഗോവയിലാണ് നമ്മുടെ ശ്രമം. ഞങ്ങൾ ചെറിയ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ്, 2 ദിവസമായിട്ട് ഇത് ഉണ്ടാക്കേണ്ട പ്രാക്ടീസിലായിരുന്നു. കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക മാക്സിമം. ഇല്ല, നമ്മൾ അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ടേബിൾ അങ്ങോട്ട് കൊണ്ടുവല്ലോ. ഇൻഡോറിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി പോകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോണത്. ഓക്കെ, ഇതിൽ പേപ്പർ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് എടുത്തു കളയണം ആദ്യം. അപ്പോൾ നമ്മൾ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ആളിനെ കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന ആളുകളിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. കാര്യം എന്താ പറയുക, ഇത് തീരില്ല അല്ലേ പക്ഷേ വലിയ സാധനം ആയതുകൊണ്ടേ ശരിക്കും നമുക്ക് വേൾഡ് റെക്കോർഡ് കൊടുക്കായിരുന്നു കേട്ടോ. അതെ, ഇത് ഫസ്റ്റാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കണം, ഒരു അടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ബേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് स्पंज ഇതൊന്ന് ഡ്രൈ ആവണം. अब इसके बराबर
അപ്പോൾ നമ്മൾ സ്പഞ്ച് വെച്ച് പരിപാടി തുടങ്ങി അല്ലേ? ഇനി പൊടികളൊക്കെ വെച്ച് ഏപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. ഷുഗർ സിറപ്പ്, നല്ല പട്ട ക്രാമ്പൂ കിട്ട ഷുഗർ സിറപ്പാണ് കേട്ടോ. ചോക്കോ ചിപ്സ്, നമുക്കിനി കുറച്ച് കട്ട് ചെയ്തെടുക്കാം. എന്തറിയോ, അത്ര വേണ്ട നമുക്ക്. നമ്മളൊരു ബേസ് ഇട്ടതാണ്. ഇനി നമുക്ക് ബോളിന്റെ ഷേപ്പിൽ ഇതിനാക്കി എടുക്കണം. അത് ലാസ്റ്റാണ് പണി അല്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാറുണ്ട്, സൈഡൊക്കെ ഷേപ്പ് ചെയ്യാറുണ്ട്. നമുക്കൊരു ബേസ് വെച്ചിട്ട് നമ്മൾ ഒരു ബോളിന്റെ ആയിക്കൊണ്ടിരിക്കണം. ഇനി പണിയാണ് അല്ലേ? പണിയോ പണി. ബോച്ച ഭയങ്കര സ്റ്റൈലായിട്ടാണ്, ബോച്ച സ്റ്റൈൽ. നമ്മുടെ ബോളിന്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം പതുക്കെ പതുക്കെ ചെയ്തെടുക്കാൻ പറ്റും. ബോട്ടം ഷേപ്പ് ചെയ്യണം. ഫുട്ബോൾ ഷേപ്പ്. അപ്പൊ നമ്മള് ബോളൊക്കെ ഒരു ഏകദേശം ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ പകുതിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് ഫുള്ളൊരു ബോൾ നമ്മൾ ഉണ്ടാക്കില്ല, കാരണം നമ്മൾ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ബോളിന്റെ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബോളിന്റെ പകുതി ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. പകുതി 3/4 ഭാഗം അല്ലേ? ഒരു 60%. നമ്മൾ ഫൗണ്ടന്റ് ഇടാൻ വേണ്ടി പോണ ഒരു ബോളിൽ പുതപ്പ് നമ്മൾ ബോളിൽ കളർ അടിച്ചുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു കളറിൽ എടുക്കാന്നുള്ളത്. നമ്മുടെ വേൾഡ് കപ്പ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ബോളുണ്ടല്ലോ, ആ ബോളിൽ ഒരു കളർ എടുക്കാന്നുള്ളതാണ്. അപ്പൊ കളർ അടിക്കാൻ നമ്മളൊരു വിദഗ്ധരായ ഒരു മാസ്റ്റർ ഉണ്ട്, പറഞ്ഞ പുള്ളി വിളിച്ചിട്ട് വന്നിരിക്കണം. നമ്മളോട് ഹെൽപ്പ് ചെയ്തിരിക്കണം അത്ര നേരം ഇതുണ്ടാക്കാനായിട്ട്. അപ്പൊ നമ്മള് ഏകദേശം പെയിന്റിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ താഴേക്ക് ഒരു പച്ച കളർ ആക്കണം. അപ്പൊ നമുക്കിത് ബോച്ചേന്റെ അതുപോലെ തന്നെ മറഡോണ്ടയും ഓരോ ഫോട്ടോ നമുക്ക്, ഇത് എഡിബിൾ പേപ്പറാണത്. ഇത് കഴിക്കാൻ പറ്റും കട്ട് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ ബേസ് ഒന്നും കഴിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്കിവിടെ വെക്കാം. എഡിബിൾ പേപ്പറിൽ പ്രിന്റ് ഔട്ട് ചെയ്തതാണ്. ഒന്ന് ഇവിടെയും വെക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ബോച്ചെ ഫിഫ വേൾഡ് കപ്പ് 2022 എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കല്ലേ? ബീച്ചിൽ കൊണ്ട് കൊടുക്കല്ല ബോച്ചെ? ബീച്ചിൽ കൊണ്ട് കൊടുക്കല്ലേ? കൊണ്ടുകൊടുക്കാം. ഗോവൻ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി അതെ, നമ്മൾ കേക്ക് സമ്മാനിക്കാം. അപ്പൊ നമ്മളങ്ങനെ കേക്ക് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കില്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഗോവയിലെ കേക്ക് ഉണ്ടാക്കുന്ന ആളുകൾ കുറച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കാണ് സ്പഞ്ച് സാധനങ്ങളൊക്കെ തന്നത്. അവർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് വലിയൊരു കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അത് മറിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് 100 കിലോയിൽ ഒതുക്കി. 100 കിലോയിൽ ഒതുക്കി. ഏകദേശം 100 കിലോയിൽ കൂടുതൽ സ്പഞ്ച് സാധനങ്ങൾ ക്രീമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ്.
അപ്പൊ ഇത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നത് നാച്ചുറാലിറ്റി ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ഇത്തിരി വായിക്കാൻ പറ്റാത്തത് ഞാൻ എഴുതിയതാ, വായിക്കാൻ മനസ്സിലാവാത്തത് ഞാൻ എഴുതിയതാ. അതെ അതെ, ഇത് ഹാൻഡ് വർക്ക് ഉണ്ട്. അതുപോലെ നമ്മള് ഒരു നാച്ചുറാലിറ്റിയാണ് നമ്മൾ അതിൽ ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് ഒട്ടാമായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നാച്ചുറൽ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു മോഡലാണ് വേറൊരു കേക്ക് അല്ല, അതിലൊരു മെസ്സേജ് ഉണ്ട്. മറഡോണാസ് മെസ്സേജ്, ഫുട്ബോൾ അഡിക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ, ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി. അതാണ് നമ്മുടെ മെയിൻ തീം. അപ്പൊ അത് ബോച്ച നമ്മളോട് അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി. അത് നമ്മൾ ഏകദേശം സംഭവങ്ങൾ ഉണ്ടായി. നമുക്ക് എന്ത് കാണിക്കാം ബോച്ച? നമുക്ക് ബീച്ചിൽ കൊണ്ട് കൊടുക്കാം. ബീച്ചിലേക്ക് പോവാണ്. മിറാമർ ബീച്ചിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ഈ ഫുട്ബോള് മറഡോണയുടെ ഗോൾഡൻ സ്റ്റാച്ചു, മറഡോണയുടെ മുമ്പിലേക്ക് ഈ ഫുട്ബോൾ കൊണ്ടുപോവാണ്. 86 അടിച്ച ആ ഗോള്, ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ, ആ ഭാഗത്തേക്കാണ് ഈ സാധനം കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫുട്ബോൾ പ്രേമികൾ ഗോവയുടെ അവിടെ കാത്തു നിൽക്കുകയാണ്, ഗോവയുടെ ബീച്ചില്. അപ്പൊ നമുക്ക് എടുത്താലോ? എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കൊണ്ടുപോവാം. യെസ്, പിടിച്ചോ, അതൊക്കെ പിടിച്ചോ. നല്ല വെയിറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുകൊടുത്ത്. 100 കൂടുതലുണ്ട് തോന്നുന്നു. And the celebration begins, ladies and gentlemen, with a lovely, memorable event. Maradona Celebrate Trust sing no to drugs and sing yes to life. Football addiction against drug addiction. We have with Mr. Boshe and Mr. Firoz. Exceeding the love. Oh, the cakes looks really yummy. Hey girls, come. Amazing moment, ladies and gentlemen. Let nothing go to waste. Make sure the cake is in and out. Amazing moment. അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ 100 അല്ല 500 ഇല്ലാണ്ടേക്കാലും അത് കഴിക്കാനുള്ള ആളുകളുടെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളാണ്. കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ പോകുള്ളൂ. അപ്പൊ പോച്ചേ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പറയാണ്, എന്താണ് പോച്ചൻ ഡയലോഗ്? Conquer the world with love. അല്ല, മറ്റേത് Love you everybody. Football addiction against drug addiction. That's how we roll. Football lahari.